BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാർസ് പാദങ്ങൾക്ക് മുണ്ട് ആസை. Chamakalaya, the favorite silks. Monarch Furniture near Hotel Lambadi, Rotary Junction, Todupuzha. Be different with desire. Desire. Colorical Bazaar near Private Bus Stand, Todupuzha. Royal, the complete family shopping near Private Bus Stand, Todupuzha. Bionormal Newman College Road, Todupuzha. Phone 944722 792 9895423129 04862 224248. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ സ്ക്വയർ, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628. Hedge Wealth Management Services. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Todupuzha. Banaras Utsav by Kalyan Silks. ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. KP Worky and Sons, Kaganad Jewelers, തൊടുപുഴ, കട്ടപ്പന, പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി. കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് ടെക്നീഷ്യൻ സഹകരണ സംഘം, HO, തൊടുപുഴ. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. IDCB. Let your deposits grow safe. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴയിൽ പ്രകടനം നടത്തി. മുനിസിപ്പൽ മൈതാനിയിൽ നടത്തിയ സത്യാഗ്രഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം പൈനാവിൽ നടന്നു. ADGP ഡോക്ടർ B. സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടം മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. അസോസിയേഷൻ തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് NP ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം മങ്ങാട്ടുകവലയിൽ നടത്തി. കാഞ്ഞാർ ഹാഫിസ് അഹമ്മദ് കബീർ ബാഖവി പ്രഭാഷണം നടത്തി. തൊടുപുഴ വിമല കിൻഡർ ഗാർഡൻ സ്കൂളിലും വാഴക്കുളം ബെത്ലഹേം ഇന്റർനാഷണൽ സ്കൂളിലും ക്രിസ്തുമസ് ആഘോഷം നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 19 നടക്കും. ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിക്കും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ശമ്പള പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് ഭാരവാഹികളായ K. ശശിധരൻ, VK മാണി, T. ചെല്ലപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ പ്രസിഡന്റ് TM സുബൈർ, NGO യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം TM ഹാജറ, KGOയുടെ ജില്ലാ സെക്രട്ടറി VB വിനയൻ, പെൻഷനേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീമതി M. കേതകുമാരിയമ്മ, KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീ PD രവീന്ദ്രൻ, കേരള എലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PS രവീന്ദ്രൻ,
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടത്തിയ സത്യാഗ്രഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് TM സുബൈർ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ, KGOA ജില്ലാ സെക്രട്ടറി VB വിനയൻ, N പ്രേമകുമാരിയമ്മ, PD രവീന്ദ്രൻ, PS ഫോഗീന്ദ്രൻ, സെൽവിൻ ജോൺ, പെൻഷനേഴ്സ് യൂണിയൻ ഭാരവാഹികളായ K ശശിധരൻ, VK മാണി, T ചെല്ലപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സർക്കാർ മേഖലയിലുള്ള തൊഴിലാളികളായ സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ഉടമ എന്ന് പറയുന്നത് വിവിധ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുമാണ് എന്നുള്ളതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും അവരുടെ കീഴിൽ പണിയെടുക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലെങ്കിൽ കൊടുക്കുന്ന കൂലിയിൽ നിന്ന് അവർക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഒരു നിശ്ചിത ശതമാനം തുക ഇല്ലെങ്കിൽ നിശ്ചിത ശതമാനം കൂലി നീക്കിവെച്ചിട്ടുണ്ട്. അങ്ങനെ നീക്കിവെച്ചിട്ടുള്ളത് മുഴുവനായും കൊടുക്കുന്നില്ലെങ്കിലും ആ നീക്കിവെച്ചിട്ടുള്ള കൂലിയുടെ ഒരംശമാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ജീവിതകാലത്ത് സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് ആ പണിയെടുക്കുന്നതിനുള്ള അവർക്ക് ശേഷി നഷ്ടപ്പെടുന്ന അവസരത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത സമൂഹത്തിനാണ്. ആ സമൂഹത്തിന്റെ ആ ബാധ്യത നിർവഹിക്കുന്നത് വേറെ ആരുടെയെങ്കിലും ചെലവിലായ അല്ല, മറിച്ച് അവർക്ക് ലഭിക്കേണ്ട കൂലിയിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നത് എടുത്ത് തന്നെ കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ടതാണ് എന്ന വിശദമായ വിധിയാണ് 1982 സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായത്. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കുകയും അവഹേളിക്കുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശന്റെയും BJPയുടെയും നടപടികളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴയിൽ കരിങ്കൊടി പ്രകടനവും കരിദിനാചരണവും നടത്തി. രാജീവ് ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഗാന്ധി സ്ക്വയർ, TB ജംഗ്ഷൻ വഴി ടൗൺ ചുറ്റി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. പ്രകടനത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് സാം ജേക്കബ്, PR രാജേഷ് ബാബു, ടോണി തോമസ്, അജോ ജോളി, KH ഷാജി, റഹീം പുറമടം, AB മുണ്ടക്കൽ, മാത്യു K ജോൺ, അക്ബർ TL, CB ജോസഫ്, ലിനോ കുരിശുമൂടൻ, ഹാരിസ് AA, ദിലീപ് ഇളയിടം, അരുൺ പൂച്ചക്കുഴി, ജോയൽ ജോൺ എന്നിവർ നേതൃത്വം നൽകി. കേരള പോലീസ് ആരംഭിച്ച ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം പൈനാവിൽ നടന്നു. ADGP ഡോക്ടർ B സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളിൽ സ്വയം പ്രതിരോധിക്കാൻ കേരളത്തിൽ ഈ സാമ്പത്തിക വർഷം 2.5 ലക്ഷം സ്ത്രീകൾക്ക് പരിശീലനം നൽകുമെന്ന് ADGP ഡോക്ടർ B സന്ധ്യ പറഞ്ഞു. സ്ത്രീകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് തുടക്കം കുറിച്ച ജനമൈത്രി സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനവും CD പ്രകാശനവും പൈനാവ് പൂർണിമ ക്ലബ്ബിൽ നിർവഹിക്കുകയായിരുന്നു അവർ. ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെയും അക്രമങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള കഴിവ് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ദൈനംദിനം നടന്നു വരുന്നു എന്നുള്ളതൊരു സത്യമാണ്. എന്തുകൊണ്ട് സ്ത്രീ ആക്രമിക്കപ്പെടുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആത്മവിശ്വാസത്തിൻ്റെ കുറവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് കാണാം. നിയമങ്ങൾ ധാരാളം നമുക്കുണ്ട്. ആ നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പോലീസ് സേനയുണ്ട്. ഇപ്പോൾ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം
എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി ഷാഡോ പോലീസ്, വനിതാ പോലീസിൻ്റെ പ്രത്യേക വിഭാഗം ഇതൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. കേരള പോലീസ് ആക്ട് ഉണ്ടാക്കിയപ്പോഴാണ് നമ്മൾ പ്രത്യേകം സെക്ഷൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ നേരിടണം എന്നതിനായി. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ഇത്തരം സംഭവങ്ങൾ കുറച്ചുകൊണ്ട് വരുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക, കുറ്റകൃത്യങ്ങൾ തടയുക. ഈ കാര്യത്തിൽ ജനങ്ങളും പോലീസും ഒരുമിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ജനങ്ങളും പോലീസും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തു ചെയ്യണമെന്നുള്ള ആലോചനയുടെ ഭാഗമാണ് നമ്മൾ ഈ വർഷം നമ്മുടെ പദ്ധതിയുടെ ഭാഗമായി തന്നെ ആരംഭിച്ചിരിക്കുന്ന ഈ സ്ത്രീ സുരക്ഷാ പ്രത്യേക പരിപാടി. പരിശീലനം ലഭിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മൂന്നാർ ASP മെറിൻ ജോസഫ് വിതരണം ചെയ്തു. പരിശീലനത്തെക്കുറിച്ചുള്ള ഹാൻഡ് ബുക്ക് പ്രകാശനം സിനിമാ നടൻ ജാഫർ ഇടുക്കി നിർവഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി KV ജോസഫ്, അസിസ്റ്റന്റ് കമാൻഡർ N നജീബ് മുഹമ്മദ്, ജില്ലാ വിമൻസ് കൗൺസിൽ സെക്രട്ടറി റോസക്കുട്ടി എബ്രാഹിം, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടിൻഡു സുഭാഷ്, വാഴത്തോപ്പ് പഞ്ചായത്തംഗങ്ങളായ പ്രഭാത് തങ്കച്ചൻ, അമ്മിണി ജോസഫ്, കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ ശൈല, യൂണിയൻ ബാങ്ക് മാനേജർ റിങ്കു സി തങ്കച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ എലിക്സിർ 2015 എക്സിബിഷൻ 18, 19 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ അധ്യക്ഷത വഹിക്കും. സ്മാർട്ട് തൊടുപുഴ എന്ന പ്രധാന പ്രോജക്റ്റിനൊപ്പം വിവിധ ക്ലബ്ബുകളുടെ സ്റ്റോളുകളും പ്രവർത്തിക്കും. ഇതിനോടനുബന്ധിച്ച് ഇന്റർ സ്കൂൾ ക്വിസ് മത്സരവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിക്കും. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ക്ലീറ്റസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീജിത്ത് ശ്രീധർ, ജെഫിൻ ജെറി, ബിജു കുര്യാക്കോസ്, സോജൻ T ജേക്കബ്, ശരത് സന്തോഷ്, അനീറ്റ ജോജി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സഫിയ ജബ്ബാർ അധ്യക്ഷത വഹിക്കുന്നു. നേച്ചർ ക്ലബ്, IT ക്ലബ്, ലാംഗ്വേജ് ക്ലബ്, ഹെൽത്ത് ആൻഡ് വെൽനസ് ക്ലബ്, മാക്സ് ക്ലബ്, ഹെറിറ്റേജ് ക്ലബ്, സയൻസ് ക്ലബ്, വർക്ക് എഡ്യൂക്കേഷൻ, കുക്കറി ക്ലബ് എന്നിങ്ങനെ 9ഓളം ക്ലബ്ബുകളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ഈ എക്സിബിഷൻ. ഈ എക്സിബിഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒന്നായിരിക്കും സ്മാർട്ട് തൊടുപുഴ എന്ന പ്രോജക്റ്റ്. തൊടുപുഴയിലെ 18ഓളം പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തരമായിരിക്കും എൻ്റെ തൊടുപുഴ സ്മാർട്ട് തൊടുപുഴ എന്ന ഞങ്ങളുടെ ഈ പ്രോജക്റ്റ്. എക്സിബിഷനോടൊപ്പം എല്ലാ ക്ലബ്ബുകളുടെ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ടാകും. ഒരു സെയിൽ കം എക്സിബിഷനാണ് ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹുബ്ബു റസൂൽ പ്രഭാഷണം മാങ്ങാട്ടുകവലയിൽ നടത്തി. കാഞ്ഞാർ ഹാഫിസ് അഹമ്മദ് കബീർ ബാഖബി പ്രഭാഷണം നടത്തി. DKJU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഇസഹാക്ക് മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു. VA മുജീബ് റഹ്മാൻ, MM ഇല്യാസ് മൗലവി, PS സെയ്ദ് മുഹമ്മദ് മൗലവി, അബ്ദുൽ ഗഫൂർ നജ്മി, മുജീബ് റഹ്മാൻ മൗലവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ലോകത്ത് മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ മൃഗതുല്യം അലയുന്ന ഒരു കാലഘട്ടത്തിലാണ്, തന്റെ ജീവിതം മൃഗതുല്യമായി കൂപ്പുകുത്തിയ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഭൂമുഖത്തേക്ക് യാത്രയാക്കുന്നത്. മനുഷ്യൻ താൻ ആരാണ് എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു അറിവ് മനുഷ്യനില്ലാതിരുന്നൊരു കാലഘട്ടം. താൻ എവിടെ നിന്ന് വന്നു, താൻ എവിടേക്ക് യാത്രയാകുന്നു, എന്താണ് തൻ്റെ ജീവിതയാത്രയുടെ ലക്ഷ്യം എന്നതിനെപ്പറ്റി യാതൊരു അറിവും ഇല്ലാതെ മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യമായിട്ട് ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഭൂമുഖത്തേക്ക് യാത്രയാക്കിയത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാക്കി കൊടുത്തു, മനുഷ്യ, നിനക്കൊരു സൃഷ്ടാവുണ്ട്, നീ ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ്. സൃഷ്ടാവിന്റെ സൃഷ്ടിയായ നീ, നിനക്ക് മാർഗദർശിയായി ഭൂമുഖത്ത് യാത്രയാക്കപ്പെട്ട അന്ത്യപ്രവാചകൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ ജീവിത സരണി നീ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും നീ നന്മയുടെ വക്താവായി മാറുകയും തിന്മയെ നീ ഉച്ചാരണം ചെയ്യുകയും ചെയ്ത് ഈ ലോകത്ത് ജീവിച്ചാൽ നിന്റെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ട്. നാൽക്കാലി മൃഗങ്ങളെ പോലെ ചത്തൊടുങ്ങാനുള്ളവനല്ല മനുഷ്യൻ. നേരെമറിച്ച് മനുഷ്യ ജീവിതത്തിലെ ഒരു കാലത്തും അവസാനിക്കാത്ത അനന്തമായ ഒരു ജീവിതം മനുഷ്യന്റെ മുമ്പിൽ സൃഷ്ടാവായ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു.
മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് പാരത്രിക ലോകത്തേക്ക് യാത്രയാകേണ്ടവനാണ്. പാരത്രിക ലോകത്ത് മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ ഈ ലോകത്ത് സൃഷ്ടാവിനെ അറിഞ്ഞ് സൃഷ്ടാവിൽ വിശ്വസിച്ച് സൃഷ്ടാവ് ഈ ലോകത്ത് മാർഗദർശിയായി യാത്രയാക്കിയ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗംഗ തൊടുപുഴ അവതരിപ്പിക്കുന്ന കൊച്ചു മിടുക്കിനെയും മിടുക്കിയെയും തിരഞ്ഞെടുക്കുന്ന മഡോണ കിഡ് കോൺടെസ്റ്റ് 2015 ഗ്രാൻഡ് ഫിനാലയിൽ നിങ്ങളെ കാണാൻ ഞാനും വരുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും കുഞ്ഞുങ്ങളെയും കൂട്ടി വരണം കേട്ടോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമുട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. ബനാറസ് ഉത്സവ് by Kalyan Silks. Chamakalaya, the favorite silks. Chamakalaya, the favorite silks. Lunars, lunars down, enjoy comfort. Lunars, lunars down, rumba rumba fit. Pudu pudu rangalil manadina kavarudhu Lunars. Lunars in fashion, passion, attraction, engengum en Lunars. Lunars, lunars, idu rumba rumba super. ലൂണാർസ്, പാദങ്ങൾക്കുമുണ്ട് ആസை. ആരോക്കിനാവിൻ മോഹജാലകം താനെ തിരയുന്ന നേരമിന്നിതാ. ചാരേ തളിരണിയും ഏതോ സുരഭിലയാമം. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഫർണിച്ചറുകളുടെ ആധുനിക ഭാവഭേദങ്ങൾക്കൊരു പുതിയ ആവിഷ്കാരവുമായി മൊണാർക്ക് ഫർണിച്ചർ ഇപ്പോൾ തൊടുപുഴയിലും 3 നിലകളിൽ 12,000 ചതുരശ്രടിയിൽ പ്രശസ്ത ഡിസൈനർമാരാൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച ഫർണിച്ചർ നിർമ്മിതികൾ ഇനി സ്വന്തമാക്കൂ. അവർ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് 3-piece ബെഡ്റൂം സെറ്റ്സ്, സീറ്റർ സോഫ, കോഫി ടേബിൾ, ഡൈനിങ് സെറ്റ്, recliners, ring mattress, hydraulic bed, high and low back chair, TV stand and wall unit, computer and office chair. Come and enjoy the royal experience. Monarch Furniture near Hotel Lampadi, Rotary Junction, തൊടുപുഴ. തൊടുപുഴയിലെ പ്രമുഖ ഡ്രൈവിംഗ് പഠന കേന്ദ്രം പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ. 35 വർഷത്തെ സേവന പാരമ്പര്യം, പരിചയസമ്പന്നരായ ഇൻസ്ട്രക്ടർമാർ, വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായി എല്ലാ വാഹനങ്ങളിലും ഡ്രൈവിംഗ് പരിശീലനം. ഡ്രൈവിംഗ് പഠിക്കുവാൻ താല്പര്യമുള്ളവരും ലൈസൻസ് സംബന്ധമായ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടുക. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, ഫസ്റ്റ് ഫ്ലോർ, സമൃദ്ധി ബിൽഡിംഗ്, മടക്കത്താനം, മൂവാറ്റുപുഴ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെടുക. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628.
The Kerala State Legal Metrology License and Technician സഹകരണ സംഘം. ക്ലിപ്തം നമ്പർ 4473. മാനേജ്മെന്റ് പ്രവർത്തന മികവിനുള്ള അന്തർദേശീയ അംഗീകാരമായ ISO 9001:2008 സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം MDS. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ചിട്ടി ചേരുവാനുള്ള സൗകര്യം ലഭ്യമാണ്. സ്ഥിരം നിക്ഷേപം, ആകർഷകമായ പലിശ നിരക്ക്, 10,000 രൂപ വരെയുള്ള നിക്ഷേപ പലിശ സർവീസ് ചാർജ് ഇല്ലാതെ വീട്ടിലെത്തിച്ചു നൽകുന്നു. സുതാര്യമായ ലോൺ വ്യവസ്ഥകൾ. ദി കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് ടെക്നീഷ്യൻ സഹകരണ സംഘം HO തൊടുപുഴ. ആധുനിക സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ ഇപ്പോൾ മൂവാറ്റുപുഴ റോഡിൽ തൊടുപുഴ ഭീമ ജംഗ്ഷനിലും കരിമണ്ണൂർ JJ സ്ക്വയറിലും പ്രവർത്തനം ആരംഭിച്ചു. ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറി ആൻഡ് ഡിജിറ്റൽ ECG, എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകൾക്കും എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും 50% വരെ ചാർജ് കുറവ്. ഫുള്ളി ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ്, ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ്, കൂടാതെ വിശ്വസ്തമായ 5 വർഷത്തെ സേവന പാരമ്പര്യം. എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ശാഖകൾ പ്രവർത്തിക്കുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ സ്ക്വയർ, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB. Let your deposits grow safe. വാർത്തകൾ തുടരുന്നു. വളകോട് കണ്ണമ്പടി റോഡിന് ശാപമോക്ഷമില്ല. കണ്ണമ്പടി ആദിവാസി കോളനിയിലേക്കുള്ള റോഡ് തകർന്നിട്ടും അധികൃതർ മൗനം പാലിക്കുന്നു. സോഷ്യൽ ഫോറസ്റ്റിലൂടെയും വന്യജീവി സംരക്ഷണ മേഖലയിലൂടെയും കടന്നുപോകുന്ന റോഡാണ് വളകോട് കണ്ണമ്പടി റോഡ്. കണ്ണമ്പടി ആദിവാസി കോളനിയിലേക്കുള്ള ഏക റോഡും ഇതുതന്നെ. റോഡിന്റെ ചില ഭാഗങ്ങൾ ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ടെങ്കിലും മിക്ക ഭാഗങ്ങളും ഇപ്പോഴും തകർന്നു കിടക്കുകയാണ്. ഇതുവഴി കാൽനട യാത്ര പോലും ദുർഘടവുമാണ്. ഞങ്ങൾ ഈ കണ്ണമ്പടി മേഖല 600 കുടുംബക്കാർ താമസിക്കുന്നതാണ്. ഞങ്ങളുടെ കുട്ടികളുടെ കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. വണ്ടി സൗകര്യം കുറവാണ്. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ രാത്രി സമയങ്ങളാകും. അന്നേരം ആനയായി വെള്ളമായി കുട്ടികളുടെ വീട്ടിൽ വരുന്ന മാതാപിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. 12 കുടികളുള്ള കണ്ണമ്പടിയിലെ ആദിവാസികളുടെ മക്കൾക്ക് റോഡിന്റെ അപര്യാപ്തത കാരണം വിദ്യാഭ്യാസം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഒരു ആശുപത്രി കേസ് വന്നാലും അതിന് പോകാനൊന്നും പറ്റത്തില്ല. ഈയിടെ ഒരു ആശുപത്രി കേസ് വന്നിട്ട് വണ്ടിക്കാരെ വിളിച്ചിട്ട് വണ്ടിക്കാർ പോലും വരികയല്ല ആരും. റോഡിന്റെ ഇതുകൊണ്ട് ഒരു വണ്ടി ഓട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ മതി. മാറി മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും മറ്റ് ജനപ്രതിനിധികളും ഇവരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുമെന്ന് ഉറപ്പ് പലതവണ നൽകിയതാണ്. എന്നാൽ ഇതുവരെയും ഇത് പാലിക്കപ്പെട്ടില്ല. ദിവസേന കിഴുകാനം വരെ എത്തുന്ന ഒരു ബസ്സിനെ മാത്രം ആശ്രയിച്ചാണ് മേമാരി മുതലുള്ള ആദിവാസികളുടെ യാത്ര. കണ്ണമ്പടിയുടെ വികസനമില്ലായ്മയ്ക്കും കാരണം റോഡില്ലാത്തതു തന്നെ. റവന്യൂവും ഫോറസ്റ്റും തമ്മിലുള്ള തർക്കമാണ് റോഡിന്റെ പുരോഗതിയെ അട്ടിമറിച്ചതെന്നും ആരോപണം ശക്തമാണ്. മുട്ടം മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മർച്ചന്റ് അസോസിയേഷൻ തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് NP ചാക്കോ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിലും വ്യാപാര സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ മത്സരിക്കുകയാണെങ്കിൽ അവർ ഏത് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചാലും ശരി വ്യാപാര സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും ആ വ്യാപാരികൾക്ക് മത്സരിക്കുന്ന വ്യാപാരികൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനം. നമ്മുടെ ഈ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ ഈ ജില്ലയിലെ വിവിധ ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കിയിൽ വെച്ച് സ്വീകരണം നൽകുകയുണ്ടായി. ഏകദേശം 40-ന് മുകളിലുള്ള അംഗങ്ങൾ അന്നത്തെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തു. നമുക്കറിയാം ഇത് ഈ ജില്ലയിലെ പല വിവിധ മേഖലകളിലുള്ള പഞ്ചായത്തുകളിലേക്കും ബ്ലോക്കുകളിലേക്കും ഒക്കെ തെരഞ്ഞെടുത്തു വന്നിട്ടുള്ള പ്രതിനിധികളായിരുന്നു. മുട്ടം യൂണിറ്റ് പ്രസിഡന്റ് PS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്
തമ്പി മാനുങ്കൽ, മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റിൻസി സോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരിക്കുട്ടി വർഗീസ്, ടി കെ മോഹനൻ, അഗസ്റ്റിൻ കള്ളിക്കാട്ട്, ഔസേപ്പച്ചൻ ചാരക്കുന്നത്ത്, ബിജോയ് ജോൺ, ബൈജു കുര്യൻ, പി എസ് സനീഷ്, ഷൈജ ജോമോൻ, സുമോൾ ജെയ്സൺ, ബീന ജോർജ്, റൻസി സുനീഷ്, ഷൈല സന്തോഷ് എന്നിവരെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ഷാജി എംബ്രയിൽ, ട്രഷറർ പി ഡി ലിജു, മഹിളാ വിഭാഗം പ്രസിഡന്റ് രാധ ജവഹർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ കെ എ പരീദ്, കെ വി ജോർജ്, കമ്മിറ്റി അംഗങ്ങളായ ജോയി പാട്ടുപാറ, ജോണി ജോസഫ്, ബിജു ശങ്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. റബ്ബർ വിലയിടിവിനും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ ജനശക്തിയുടെ നേതൃത്വത്തിൽ റബ്ബർ ഷീറ്റ് പറത്തൽ സമരം ഡിസംബർ 19 തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിലും ജനുവരി 1 സെക്രട്ടേറിയറ്റ് മുന്നിലും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനശക്തി രക്ഷാധികാരിയും ഇളന്തേശം ബ്ലോക്ക് മെമ്പറുമായ ബേസിൽ ജോൺ തറയാനി ഉദ്ഘാടനം ചെയ്യും. റെജി പൈലി, ജോർജ് ഏറത്തടം, ഐസക് വർഗീസ്, രാജു കൊന്നാനാൻ, സേവ്യർ പി വി, അനസ് എം ഇ, ജോണി പാറത്തട്ടേൽ, മനോജ് പി കെ, അരുൺ സ്കറിയ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ബേസിൽ ജോൺ, റെജി പൈലി, ജോർജ് ഏറത്തടം എന്നിവർ പങ്കെടുത്തു. മറ്റുള്ളവരിൽ വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധാനത്തിന്റെ ഒന്നും പിന്തുണയില്ലാതെ കേവലം കർഷകരെ മാത്രം പരിഗണിച്ചുകൊണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ മാത്രം സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഐക്യമുണ്ടാക്കുവാൻ വേണ്ടി നമ്മളൊരു പ്രതിഷേധ സമരം, ഒരു പ്രതീകാത്മക സമരം, റബ്ബർ ഷീറ്റ് പറത്തൽ സമരം. ഒരുപക്ഷെ ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സാധാരണക്കാരായ കർഷകരുടെ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നട്ടല്ലായ റബ്ബറിന്റെ വിലയിടിവിനെതിരെ ഒരു പ്രതിഷേധ സമരം നടത്തുമ്പോൾ ഒരു പ്രതീകാത്മകമായിരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ജനശക്തി ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. സാധാരണക്കാരായ കർഷകരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അവരിൽ നിന്ന് പറന്നകന്നു പോയിട്ടുണ്ട്. അതിന്റെ പ്രതീകമായിട്ടാണ് റബ്ബർ ഷീറ്റ് പറത്തിക്കൊണ്ട് ജനശക്തി ഈ സമരവുമായി ഇവിടുത്തെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഈ 19-ാം തീയതി തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുമ്പിലും അതുപോലെ തന്നെ കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ പുതുവത്സരം ആഘോഷിക്കുന്ന ജനുവരി 1-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലും ഈ പ്രതീകാത്മക സമരം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രിക്കുക, പൊതുമേഖല ഔഷധ വാക്സിൻ കമ്പനികൾ നിലനിർത്തുക, ഓൺലൈൻ ഔഷധ വ്യാപാരം നിർത്തലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ അഖിലേന്ത്യാ പണിമുടക്കിനോടനുബന്ധിച്ച് KMSRA തൊടുപുഴയിൽ ധർണ നടത്തി. ധർണ CITU ജില്ലാ പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. ഔഷധ നിർമ്മാണ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും സഹായകരമല്ല. ഇവിടെ വൻകിട ഔഷധ നിർമ്മാണ കമ്പനികളുടെ കൊള്ളയ്ക്കും അതുപോലെ തന്നെ അവരുടെ ക്രമരഹിതമായ വിപണനത്തിനുമെതിരായി അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് 1970 പേറ്റന്റ് നിയമം ഇവിടെ പാസ്സാക്കപ്പെട്ടത്. തുടർന്ന് 79 ഔഷധ വില നിർമ്മാണ സമിതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവും നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ ഈ രണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഔഷധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗവേഷണം അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിപണനം, വിതരണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുവാനും നടപടി സ്വീകരിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഗവൺമെന്റിന് ആ കാര്യങ്ങളിലെല്ലാം നിയന്ത്രണം ഉണ്ടായിരുന്നു. ലോകാരോഗ്യ സംഘടന തന്നെ നിഷ്കർഷിക്കുന്ന തരത്തിലുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഇവിടെ ഗവൺമെന്റിന് ഇടപെടുവാനും അതുപോലെ നിയന്ത്രിക്കുവാനും എല്ലാം കഴിഞ്ഞിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔഷധത്തിന്റെ വില നിശ്ചയിക്കുവാനുള്ള സാഹചര്യമുണ്ടായത്. ജില്ലാ പ്രസിഡന്റ് ജോമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി നിമേഷ് സെബാസ്റ്റ്യൻ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി മധു, ഷിംനാസ്, ഷിബു, പ്രസഫകുമാർ, അനീഷ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനതല സംസ്കൃത പ്രശിക്ഷണ ശിബിരം 18 മുതൽ 27 വരെ കുമാരമംഗലം MKNM HSSൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം 19-ന് പെരുവ ഗീതാ മന്ദിർ മഠാധിപതി ശ്രീമദ് വേദാനന്ദ സരസ്വതി നിർവഹിക്കും. സംസ്കൃത ഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ MB ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന സെക്രട്ടറി V ശ്രീകുമാർ, സ്വാമി അയ്യപ്പദാസ് എന്നിവർ പ്രസംഗിക്കും. സ്വദേശീയരും വിദേശീയരും അടക്കം 300ഓളം പേർ പങ്കെടുക്കും. വിശ്വ സംസ്കൃത പ്രതിഷ്ഠ ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ മനോജ് C, ജില്ലാ സെക്രട്ടറി KR ദീപേഷ്, S പത്മഭൂഷൺ, ദിനേഷ് D നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതില് 2 തരത്തിൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഒന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ഈ സംഭാഷണ ശിബിരം എടുക്കാൻ പരിശീലിപ്പിക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും
10 ദിവസം സംസ്കൃതത്തിൽ തന്നെ സംസാരിച്ച് സംസ്കൃത ഭാഷ പഠിക്കാൻ അവിടെ തന്നെ താമസിച്ച് ക്യാമ്പ് തുടങ്ങുന്ന അന്ന് മുതൽ തീരുന്ന അന്ന് വരെ സംസ്കൃത ഭാഷ പരസ്പരം സംസാരിക്കുവാനും കേൾക്കുവാനും പഠിക്കുവാനും ഉള്ള അവസരം നൽകുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള പഠന സരണി എന്നൊരു കോഴ്സും ഇതിന് രണ്ടിനും കൂടിയാണ് ക്യാമ്പ് ഉള്ളത്. പൊതുജനങ്ങൾക്കായിട്ട് ആ ക്യാമ്പിൽ തന്നെ 2 മണിക്കൂർ പറഞ്ഞ സംഭാഷണ ശിബിരങ്ങൾ ഉണ്ടാകും. ഇതിന് ജില്ലാ തലത്തിലുള്ള രജിസ്ട്രേഷനുകൾ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് 300ഓളം പഠിതാക്കൾ ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല ജില്ലകളായി. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിൽ നിന്ന് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇപ്പോൾ 12ഓളം പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു സംസ്കൃത ഭാഷ പഠിക്കാനായിട്ട്. അപ്പോൾ കുമാരമംഗലം MKNM-HSS 18-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ക്യാമ്പ് തുടങ്ങുക. 19-ാം തീയതി രാവിലെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 10 മണിക്ക് പെരുവ ഗീതാമന്ദിർ മഠാധിപതി വേദാന്ത സരസ്വതി സ്വാമികൾ നിർവഹിക്കും. വിമല കിൻഡർ ഗാർഡനിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. Shining star, the blooming buds of Vimala Kindergarten. We wish you all lovely days with glad and smiling face. We wish you all lovely days with glad and smiling face. La 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 la. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബെന്നോ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിമല പബ്ലിക് സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ ഡിവോഷ്യ ക്രിസ്തുമസ് സന്ദേശം നൽകി. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ് മാത്യു, PTA പ്രസിഡന്റ് പ്രജീഷ് മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഇന്ന് എപ്രകാരം ഒരു ക്രിസ്മസ് ആഘോഷം നടത്തുവാനായി നിങ്ങളെടുത്ത പ്രത്യേകിച്ച് സിസ്റ്റർ റോസ് മാത്യു സ്റ്റാഫ് അംഗങ്ങളും എല്ലാം എടുത്ത നല്ല തീരുമാനത്തെ ആദ്യമായിട്ട് തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ല കളർഫുൾ ആയിട്ട് ഒരു സെലിബ്രേഷൻ നടത്തുവാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതിന് ഈ ഉൾക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി ഒത്തിരി ആശംസകളും നല്ല മംഗളങ്ങളും ഞാൻ ആദ്യമേ തന്നെ നേരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, നമുക്കറിയാം നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ഇവിടെ ക്രിസ്മസ് ഒരുങ്ങിയിരിക്കുകയല്ലേ അല്ലേ? ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? അപ്പൊ പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങി അല്ലേ? അപ്പം ഈ നിങ്ങളുടെ ഒരുങ്ങിയ കാര്യവും ഇവിടെ കിട്ടിയിരിക്കുന്ന നല്ല സന്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യണം? വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പയോടും മമ്മിയോടും വീട്ടിലുള്ള എല്ലാവരോടും പറയോ? ബാലഭവനിലെ കുട്ടികൾക്കൊപ്പം വാഴക്കുളം ബെത്ലഹേം ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. വാഴക്കുളം ബെത്ലഹേം ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികൾ വാഴക്കുളം ബാലഭവനിലെ കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകിയും കേക്ക് മുറിച്ചും സന്തോഷം പങ്കുവച്ചു. കുട്ടികൾക്ക് പങ്കുവയ്ക്കലിന്റെ സന്ദേശം നൽകുകയായിരുന്നു ഇതുവഴി സ്കൂൾ അധികൃതർ ലക്ഷ്യമിട്ടത്. സ്കൂൾ ഡയറക്ടർ VO ജോൺ, ബാലഭവൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സിൽവസ്റ്റർ,
ബത്ലഹേം സ്കൂൾ അക്കാദമി കോർഡിനേറ്റർ സൂസൻ ജോൺ, അക്കാദമി ക്വാളിറ്റി കൺട്രോളർ ലക്ഷ്മി, ഹെഡ്മാസ്റ്റർ ജോബിറ്റ് എബ്രാഹിം, അഡ്മിനിസ്ട്രേറ്റർ സജി തോമസ്, PRO ജോയിസ് മേരി ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. QG ഗംഗ തൊടുപുഴ അവതരിപ്പിക്കുന്ന കൊച്ചു മിടുക്കിനെയും മിടുക്കിയെയും തിരഞ്ഞെടുക്കുന്ന മഡോണ കിഡ് കോൺടെസ്റ്റ് 2015 ഗ്രാൻഡ് ഫിനാലയിൽ നിങ്ങളെ കാണാൻ ഞാനും വരുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും കുഞ്ഞുങ്ങളെയും കൂട്ടി വരണം കേട്ടോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. Chamakalaya, the favorite silks. Chamakalaya, the favorite silks. Lunars, Lunars down, என்று me comfort. Lunars, Lunars down, rumba rumba fit. Pudu pudu ragangalil manadina kavarudhu Lunars. Lunars in fashion, passion, attraction, engengum en Lunars. Lunars, Lunars, idu rumba rumba super. Lunars, பாதங்களுக்கு முண்டு ஆசை. ആരോക്കിനാവിൻ മോഹജാലകം താനെ തിരയുന്ന നേരമിന്നിതാ. ചാരേ തളിരണിയും ഏതോ സുരഭിലയാമം. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഫർണിച്ചറുകളുടെ ആധുനിക ഭാവഭേദങ്ങൾക്കൊരു പുതിയ ആവിഷ്കാരവുമായി മൊണാർക്ക് ഫർണിച്ചർ ഇപ്പോൾ തൊടുപുഴയിലും 3 നിലകളിൽ 12,000 ചതുരശ്രടിയിൽ പ്രശസ്ത ഡിസൈനർമാരാൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച ഫർണിച്ചർ നിർമ്മിതികൾ ഇനി സ്വന്തമാക്കൂ. അവർ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് 3-piece ബെഡ്റൂം സെറ്റ്സ്, സീറ്റർ സോഫ, കോഫി ടേബിൾ, ഡൈനിങ് സെറ്റ്, recliners, ring mattress, hydraulic bed, high-end low-back chair, TV stand and wall unit, computer and office chair. Come and enjoy the royal experience. Monarch Furniture, near Hotel Lampadi, Rotary Junction, Todupuzha. തൊടുപുഴയിലെ പ്രമുഖ ഡ്രൈവിംഗ് പഠന കേന്ദ്രം പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ. 35 വർഷത്തെ സേവന പാരമ്പര്യം, പരിചയസമ്പന്നരായ ഇൻസ്ട്രക്ടർമാർ, വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായി എല്ലാ വാഹനങ്ങളിലും ഡ്രൈവിംഗ് പരിശീലനം. ഡ്രൈവിംഗ് പഠിക്കുവാൻ താല്പര്യമുള്ളവരും ലൈസൻസ് സംബന്ധമായ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടുക. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, ഫസ്റ്റ് ഫ്ലോർ, സമൃദ്ധി ബിൽഡിംഗ്, മടക്കത്താനം, മൂവാറ്റുപുഴ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെടുക. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628.
The Kerala State Legal Metrology License and Technician സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 4473 മാനേജ്മെന്റ് പ്രവർത്തന മികവിനുള്ള അന്തർദേശീയ അംഗീകാരമായ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം MDS. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ചിട്ടിചേരുവാനുള്ള സൗകര്യം ലഭ്യമാണ്. സ്ഥിരം നിക്ഷേപം, ആകർഷകമായ പലിശ നിരക്ക്, 10,000 രൂപ വരെയുള്ള നിക്ഷേപ പലിശ സർവീസ് ചാർജ് ഇല്ലാതെ വീട്ടിലെത്തിച്ചു നൽകുന്നു. സുതാര്യമായ ലോൺ വ്യവസ്ഥകൾ. ദി കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് ടെക്നീഷ്യൻ സഹകരണ സംഘം HO തൊടുപുഴ. ആധുനിക സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ ഇപ്പോൾ മൂവാറ്റുപുഴ റോഡിൽ തൊടുപുഴ ഭീമ ജംഗ്ഷനിലും കരിമണ്ണൂർ JJ സ്ക്വയറിലും പ്രവർത്തനം ആരംഭിച്ചു. ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറി ആൻഡ് ഡിജിറ്റൽ ECG, എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകൾക്കും എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും 50% വരെ ചാർജ് കുറവ്. ഫുള്ളി ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ്, ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ്, കൂടാതെ വിശ്വസ്തമായ 5 വർഷത്തെ സേവന പാരമ്പര്യം. എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ശാഖകൾ പ്രവർത്തിക്കുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ സ്ക്വയർ, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB. Let your deposits grow safe. സഞ്ചാരികൾക്ക് സുരക്ഷയ്ക്കായി വാഗമണ്ണിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിച്ചു. വാഗമണ്ണിൽ വിനോദസഞ്ചാരികൾക്ക് ഇടിയും മിന്നലും ഭീഷണി ഉയർത്തിയിരുന്നു. നിരവധി വിനോദസഞ്ചാരികൾ ഇടിമിന്നലേറ്റ് മരിക്കുകയും ചെയ്തു. ഇത് വാഗമണ്ണിന്റെ വിനോദസഞ്ചാര മേഖലയെപ്പോലും പ്രതികൂലമായി ബാധിച്ചു. ഇതിന് പരിഹാരം കാണാൻ ES ബിജിമോൾ MLAയുടെ നിർദ്ദേശാനുസരണമാണ് മുൻ ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചത്. ഇടിമിന്നലിനെ തുടർന്ന് അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ലൈറ്റ് പ്രൊട്ടക്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ലൈറ്റ് പ്രൊട്ടക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കുറച്ച് മാസക്കാലമായി നടന്നു വരികയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധപ്പെട്ട ഏജൻസിയെ കൊണ്ട് ലൈറ്റ് പ്രൊട്ടക്ടർ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ലൈറ്റ് പ്രൊട്ടക്ടറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടിമിന്നൽ രക്ഷാചാലകം ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. DTPC 6 ലക്ഷം രൂപ മുടക്കിയാണ് 4 മുട്ടക്കുന്നുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിച്ചത്. ചുറ്റും ചാലകങ്ങൾ കൊണ്ട് മുട്ടക്കുന്നുകൾ ആവരണം ചെയ്തു. എന്നാൽ ഇതിന് പുറത്തു നിൽക്കുന്നവർക്ക് സുരക്ഷയുണ്ടാവില്ലെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മിന്നൽ രക്ഷാചാലകം സ്ഥാപിച്ചതിലൂടെ വിനോദസഞ്ചാരികൾക്ക് മിന്നലിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പരിധിവരെയെങ്കിലും കഴിയും. ന്യൂമാൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നൊസ്റ്റാൾജിയ 2015 ഡിസംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി MPയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. സംഗമത്തോടനുബന്ധിച്ച് സാമൂഹ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ സുദീർഘമായ സംഭാവനകൾ നൽകിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കും. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ TM ജോസഫ്, ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, ജോസ് സെബാസ്റ്റ്യൻ, ജോസ് അഗസ്റ്റിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂമാൻ കോളേജിലെ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടി വന്നെത്തുകയാണ്. ഈ വരുന്ന 19-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് കോളേജിൽ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും പഠിപ്പിച്ചിട്ടുള്ള പൂർവ്വ അധ്യാപകരുടെയും സംയുക്ത സംഗമം 2 മണിക്ക് ആരംഭിക്കുകയാണ്. ഇടുക്കിയുടെ MPയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ജോയ്സ് ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണ് പൂർവ്വ വിദ്യാർത്ഥി ദിനം. കോളേജിൽ കഴിഞ്ഞ 51 വർഷങ്ങളിലൂടെ പഠിച്ചിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുദീർഘമായ സേവനം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിപ്രഗത്ഭരായ വ്യക്തികൾ ഈ കലാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ, സാഹിത്യകാരന്മാർ, കലാപ്രതിഭകൾ, അങ്ങനെയുള്ള ധാരാളം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നു. അവരൊക്കെ അന്നേ ദിവസം കോളേജ് ക്യാമ്പസിൽ തങ്ങളുടെ ഗൃഹാതിരത്വം നിറഞ്ഞ ഓർമ്മകൾ അയവർക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട്. പൂർവ്വ അധ്യാപകരുടെ സാന്നിധ്യം
തീർച്ചയായിട്ടും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഴയകാല ബന്ധങ്ങൾ ഓർക്കുന്നതിനും പരിചയം പുതുക്കുന്നതിനുമെല്ലാമുള്ള അവസരം പ്രദാനം ചെയ്യുന്നു. വ്യത്യസ്ത ബാച്ചുകളിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി സംഗമിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഒരു സമ്മേളനമാണ് 19-ാം തീയതി കോളേജ് ക്യാമ്പസിൽ ക്രമീകരിച്ചിട്ടുള്ളത്. BBC ചാനൽ ലോകമെങ്ങും ലഭ്യമായതോടെ പ്രേക്ഷകരുടെ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നു. പ്രമുഖ മൊബൈൽ ആപ്ലിക്കേഷനുകളിലും ഇപ്പോൾ BBC ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊടുപുഴ വാർത്തകൾ അറിയുവാൻ പ്രമുഖ മൊബൈൽ ആപ്സുകളിലും BBC ചാനൽ ലഭ്യമായി തുടങ്ങി. പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താൽ തൊടുപുഴ വിശേഷം 24 മണിക്കൂറും ലഭിക്കും. പ്രമുഖ മലയാളം മൊബൈൽ ആപ്പായ മലയാളം HD TV എന്ന ആപ്ലിക്കേഷനിൽ ഏഷ്യാനെറ്റ്, സൂര്യ, അൽ ജസീറ, ഫ്ലവേഴ്സ്, സഫാരി, മീഡിയ വൺ, ജനം തുടങ്ങിയ പ്രമുഖ TV ചാനലുകൾക്കൊപ്പമാണ് BBC ന്യൂസ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വെബ് കുട്ടി ലൈവ് TV എന്ന ആപ്ലിക്കേഷനിലും BBC ലഭ്യമാണ്. മലയാളത്തിലെ പ്രമുഖ TV ചാനലുകൾക്കൊപ്പം മൊബൈൽ ആപ്ലിക്കേഷനിൽ BBC ലഭിക്കുന്നത് ലോകമെങ്ങുമുള്ള തൊടുപുഴക്കാർക്ക് നാട്ടിലെ വിശേഷങ്ങൾ തത്സമയം അറിയുവാൻ അവസരമൊരുക്കിയിരിക്കുകയാണ്. കൂടാതെ മൊബൈൽ ഫോണുകളിൽ m.bbcnews.തൊടുപുഴ.com എന്ന വിലാസത്തിലും കമ്പ്യൂട്ടറുകളിൽ www.bbcnews.തൊടുപുഴ.com എന്ന വിലാസത്തിലും 24 മണിക്കൂറും BBC ചാനൽ ലഭ്യമാണ്. 10 വർഷം മുൻപ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മാത്രമായി ആരംഭിച്ച BBC ചാനൽ ഇപ്പോൾ തൊടുപുഴ നഗരസഭയിലും സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും തത്സമയം ലഭ്യമാണ്. കൂടാതെ വെബ് TV വഴി ലോകമെങ്ങും BBC ലഭ്യമാണ്. വെബ് TVയിൽ പ്രതിദിന റേറ്റിംഗ് 5000 മുതൽ 10000 ഹിറ്റുകളാണെന്നാണ് സെർവർ നൽകുന്ന സൂചന. BBCയുടെ വിസ്തൃതമായ പ്രേക്ഷക സാന്നിധ്യം പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പരസ്യവും BBCക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഏഴുകമ്പി നടുശ്ശേരിപ്പടി തള്ളക്കാനം റോഡിൽ യാത്ര ദുരിതമാകുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് കുടിയേറിയ 100 കണക്കിന് കുടുംബങ്ങളാണ് വികസനമെത്താത്ത നാട്ടിൽ ദുരിത ജീവിതം നയിക്കുന്നത്. 1950കളിലാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ജനജീവിതം ആരംഭിച്ചത്. ഇത് ഏഴുകമ്പി നടുശ്ശേരിപ്പടി വഴി തള്ളക്കാനത്തേക്കുള്ള റോഡാണ്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്നതുപോലെ ഒരു പ്രദേശത്തിന്റെ വികസനം അറിയാൻ അവിടുത്തെ റോഡിലേക്ക് നോക്കിയാൽ മതിയാകും. ത്രിതല പഞ്ചായത്തുകൾ മാറി മാറി ഭരിച്ചിട്ടും ഇതുവരെ ആരും റോഡിനായി ഒന്നും ചെയ്തില്ല. നാട്ടുകാർ 3 വർഷം മുമ്പ് ശ്രമദാനമായി റോഡ് വെട്ടിയിട്ടും പഞ്ചായത്ത് ടാർ ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് ആക്ഷേപം. അപേക്ഷകൾ വെച്ചു, നമുക്ക് ശരിയായി കിട്ടിയിട്ടില്ല. പല ഭരണസമിതികൾ വന്നു. അതിൽ നിന്നും നമ്മൾ വോട്ടിന് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഇവിടെ വന്നിട്ട് അവർ ഓരോരുത്തരും ഇലക്ഷൻ്റെ സമയത്ത് മാത്രം വരും, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 3-4 തവണ ഞാൻ ഗ്രാമസഭയിൽ ചെന്ന് ആവശ്യപ്പെട്ടു വഴിയെക്കുറിച്ച്. അവരാരും തിരിഞ്ഞ് നോക്കുവോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടില്ല. പലയിടത്തും ചെന്ന് ബഹളങ്ങളുണ്ടാക്കി. എന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്നൊന്നും പ്രതിവിധി കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്ത് പ്രതിവിധി കിട്ടാതെ നടപടി ഉണ്ടാകില്ല. കാരണം ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴത്തെ തന്നെ നിങ്ങൾ പോയ അവിടുത്തെ അവസ്ഥയാണേലും ആ പുള്ളിയെ പല പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് വഴിക്കിറക്കിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലൂടെ പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണസമിതികളും അതിനകത്ത് തിരിഞ്ഞു നോക്കുകയോ അതിന് സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി അതിനൊരു നടപടിയും സഹകരണവും ഞങ്ങളുടെ വഴി എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടുകയും വേണം. ആശുപത്രി ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾ വിളിച്ചാൽ എത്താത്ത അവസ്ഥയിലാണ് ഇവിടെ റോഡ് കിടക്കുന്നത്. മഴക്കാലത്താണ് യാത്ര ഏറ്റവും ദുരിതമാകുന്നത്. ഭരണപരമായ ഇടപെടലുകൾ കാര്യക്ഷമമല്ല എന്നാണ് നാട്ടുകാരുടെ വാക്കുകളിൽ തെളിയുന്നത്. ന്യൂസ് ബ്യൂറോ, കഞ്ഞിക്കുഴി. ഇടുക്കി പൈനാവ് 56 മേഖലകളിൽ ഇഞ്ചി കൃഷിക്ക് അജ്ഞാത രോഗഭീഷണി. ഇലകൾ വാടി തണ്ടും കിഴങ്ങും ചീയുന്ന രോഗമാണ് കർഷകർ നേരിടുന്നത്. ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടും കൃഷിവകുപ്പ് സ്ഥലത്തെത്തിയില്ല എന്നാണ് പരാതി. പൈനാവ് 56 കോളനിയിൽ മണൽക്കുഴിയിൽ ഷിബുവിന്റെ 1.5 ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് അജ്ഞാത രോഗം ബാധിച്ച് നശിച്ചത്. 2 മാസം മുമ്പാണ് ഇഞ്ചി കൃഷിയിൽ രോഗബാധ കണ്ടു തുടങ്ങിയത്. വിവരം യഥാസമയം തന്നെ കൃഷി ഓഫീസിൽ ഈ യുവ കർഷകൻ അറിയിച്ചിരുന്നു. എന്നാൽ അധികൃതർ ആരും വന്നു നോക്കിയില്ല. പിന്നീട് ഇയാൾ ഇഞ്ചി പറിച്ചെടുത്ത് കൃഷി ഓഫീസിലെത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല. തുടർന്ന് ജില്ലാ കൃഷി ഓഫീസറുടെ പക്കൽ എത്തിയപ്പോഴാണ് വാഴത്തോപ്പ് കൃഷി ഓഫീസർ സ്ഥലത്ത് വന്ന് നോക്കാനെങ്കിലും തയ്യാറെടുത്തതെന്ന് ഷിബു പറയുന്നു. കൃഷി ഓഫീസിൽ പോയി പറഞ്ഞു, 3 പ്രാവശ്യത്തോളം പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഇവർ വരാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി അവിടെ കൊണ്ടുപോയി ഇതെന്ത് കേടാണെന്നറിയാൻ വേണ്ടി അവിടെ കൊടുത്തു. അവർ ലാബിലേക്ക് അയച്ചോളാമെന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം ഞാൻ തൊടുപുഴ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കൃഷി ഓഫീസർ വരികയും വന്ന് നോക്കിയിട്ട് ഇഞ്ചി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ബാക്ടീരിയ എന്ന് പറഞ്ഞു. ഈ 2 മാസത്തോളമായി ഞാനിത് ആദ്യം ചെന്ന് പറഞ്ഞിട്ട് 2 മാസത്തോളമായി. ആദ്യമേ ഇതിനൊരു നടപടി ഉണ്ടായിരുന്നു. എൻ്റെ ഇത്രയും ഒരു 8-9 കിലോ ഇഞ്ചോളം ഉണ്ട്. അത് ചീഞ്ഞു പോകാതിരുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഈ വാഴത്തോപ്പ് പഞ്ചായത്തിൻ്റെ കൃഷിഭവനിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ കൃഷി നഷ്ടപ്പെടുകയും ചെയ്തു.
2 മാസം മുമ്പ് അധികൃതർ എത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൃഷി വൻതോതിൽ നശിക്കില്ലായിരുന്നു. അധികൃതരുടെ അലംഭാവം മൂലം രോഗം സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ഉണ്ടായത്. ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയും മറ്റും കൃഷി ഇറക്കിയ കർഷകർ ഇതോടെ കടക്കണിയിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൈനാവ്. ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളോടെ മീനുളിയാൻ പാറ. ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി, വണ്ണപ്പുറം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മീനുളിയാൻ പാറ സഞ്ചാരികൾക്ക് പറുദീസയാകുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണിയിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മീനുളിയാൻ പാറയുടെ അടിവാരത്തിലെത്താം. ഇവിടെ മുതൽ വീണ്ടും 1.5 കിലോമീറ്റർ ചെരിഞ്ഞ പാറയിലൂടെ നടന്നു വേണം മലമുകളിലെത്താൻ. പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് മീനുളിയാൻ പാറയിലേക്ക് എത്തുന്നത്. മലമുകളിൽ 2.5 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന വനപ്രദേശം. ഇവിടെ എത്തിയാൽ തിരിച്ചു മടങ്ങുന്നത് സഞ്ചാരികൾക്ക് മടിയുള്ള കാര്യമാണ്. പെരിയാറിന്റെ ദൃശ്യഭംഗി ആവോളം ആസ്വദിക്കുന്നതിനാണ് സഞ്ചാരികൾ സമയം ചെലവഴിക്കുന്നത്. വനത്തിനുള്ളിലൂടെ നടക്കുന്നതിനും വനം വകുപ്പ് പാതയൊരുക്കിയിട്ടുണ്ട്. 3000 അടി ഉയരമാണ് മലയുടെ ഒരു ഭാഗത്തിന്. എറണാകുളം അടക്കമുള്ള ടൗണുകൾ തെളിഞ്ഞ കാലാവസ്ഥയിൽ ദൃശ്യമാകും. ഒരുപക്ഷെ ആ അത്ഭുതമായ ഒരു ദ്വീപ് കടലുകളിലൊക്കെ പ്രത്യക്ഷപ്പെടും പോലെ കരയിൽ പാറയുടെ നടുക്കായിട്ട് ഇങ്ങനെ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നു. അതിനുള്ളിൽ ഒരുപക്ഷെ കുഴി താഴ്ത്തിയാൽ ജലം വരെ ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെ നിന്നാൽ എറണാകുളം പോലുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം കാലാവസ്ഥ നല്ലതാണെങ്കിൽ അത് കാണാവുന്നൊരു സ്ഥിതിയുണ്ട്. അത്ര ഒരു വ്യൂ പോയിൻ്റാണത്. ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യത ഉള്ള ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ നമുക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്നുള്ളത് യാത്രായോഗ്യമായ റോഡില്ലാത്തതാണ്. ആ റോഡ് യാത്രായോഗ്യമായ തീർച്ചയായിട്ടും ഒരു ഇക്കോ ടൂറിസം, അതായത് പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും വരാത്തക്ക രീതിയിലേക്കുള്ള ഒരു ഇക്കോ ടൂറിസം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനും എന്നാൽ യാത്രാ സൗകര്യമാണ് ഇവിടെ എത്താനുള്ള ഏക വെല്ലുവിളി. സർക്കാർ ഇടപെടൽ നടത്തിയാൽ യാത്രാ സൗകര്യം ഒരുക്കാമെന്നാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് അംഗം ജോസ് ഊരക്കാട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, കഞ്ഞിക്കുഴി. ബിസിനസ് വാർത്തകൾ. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ ഹെർമോൺ കെമിക്കൽസ് പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വേണു EAP ആദ്യ വിൽപ്പന നിർവഹിച്ചു. മുനിസിപ്പൽ കൌൺസിലർമാരായ രേണുക രാജശേഖരൻ, AM ഹാരിദ്, ബിൻസി അലി, KM ഷാജഹാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സോപ്പ് പൊടി കിറ്റുകൾ ഉൾപ്പെടെ എല്ലാവിധ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ബുദ്ധിമാന്മാർ ഭൂമി കൈവശമാക്കുകയും ബുദ്ധിമായതിൽ വസിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണം. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, പിച്ച വയ്ക്കുവാൻ പഠിപ്പിച്ച മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് നടന്നു. നിലയ്ക്കാത്ത സ്നേഹത്തിന്റെയും നന്മയുടെയും സമ്മാനങ്ങളുമായി അവർ എത്തിയപ്പോൾ LKG UKG ക്ലാസുകളിലെ കുഞ്ഞോമനകൾക്ക് അവർക്കായി നിറപ്പകിട്ടാർന്ന കലാവിരുന്നൊരുക്കി. വിശിഷ്ട അതിഥികളായി എത്തിയ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സഫിയ ജബ്ബാർ, താലൂക്ക് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ജോർജ് പുതുമന, കോഓപ്പറേറ്റീവ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോർജ് ജെയിംസ്, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബോബി ജോസഫ് എന്നിവർ ഗ്രാൻഡ് പാരന്റ്സിന്റെ മഹത്വത്തെക്കുറിച്ചും കുട്ടികൾക്ക് അവർ പകർന്നു നൽകുന്ന സ്നേഹവും അറിവും ആണ് നാളെയുടെ നന്മ എന്നും പങ്കുവച്ചു. Thank you.
ചരമ വാർത്തകൾ. വാഹന അപകടത്തിൽ മരണമടഞ്ഞ മുട്ടം ഗവൺമെന്റ് ആശുപത്രിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ കെന്നഡി വർഗീസിന് യാത്രാമൊഴി. കഴിഞ്ഞ ദിവസം അറക്കുളം കുളമാവ് റോഡിൽ കെന്നഡി സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിച്ചു നിൽക്കുന്നതിനിടയിൽ അതുവഴി വന്ന ഒരു ബൈക്ക് ഇടിച്ച് പരിക്കേൽക്കുകയായിരുന്നു. കോലച്ചേരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മരണം സംഭവിക്കുകയായിരുന്നു. സംസ്കാരം താന്നിക്കണ്ടം ഹോളി ഫാമിലി പള്ളിയിൽ നടന്നു. ഭാര്യ ആൻസി തോപ്പുംപടി പുളിയമാക്കൽ കുടുംബാംഗമാണ്. മക്കൾ നിഖിൽ, നീതു. ബുധനാഴ്ച വൈകുന്നേരം മുട്ടം PHCയിൽ പൊതുദർശനത്തിന് വെച്ചു. കേരള NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പടിഞ്ഞാറെ കൊടിക്കുളം കിഴക്കേ വീട്ടിൽ പുൽപ്പറമ്പിൽ PJ ജോസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 വാഴക്കാല സെന്റ് മേരീസ് പള്ളിയിൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2385 രൂപ, വെള്ളി ഗ്രാമിന് 38 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 100 രൂപ 50 പൈസ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 97 രൂപ 50 പൈസ. ഇന്നത്തെ താപനില. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴയിൽ പ്രകടനം നടത്തി. മുനിസിപ്പൽ മൈതാനിയിൽ നടത്തിയ സത്യാഗ്രഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം പൈനാവിൽ നടന്നു. ADGP ഡോക്ടർ B സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടം മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. അസോസിയേഷൻ തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് NP ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹുബുർ റസൂൽ പ്രഭാഷണം മങ്ങാട്ടുകവലയിൽ നടത്തി. കാഞ്ഞാർ ഹാഫിസ് അഹമ്മദ് കബീർ ബാഖവി പ്രഭാഷണം നടത്തി. തൊടുപുഴ വിമല കിൻഡർ ഗാർഡൻ സ്കൂളിലും വാഴക്കുളം ബെത്ലഹേം ഇന്റർനാഷണൽ സ്കൂളിലും ക്രിസ്തുമസ് ആഘോഷം നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 19 നടക്കും. ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.